നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ഹസ്ബൻഡ് വൈഫ് 2 കുട്ടികളുള്ള 4 ക്യാരക്ടറാ, 4 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. ഇതെല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ ഇത് ഒന്നിച്ച് കൊണ്ടുപോകാൻ ഒക്കും എപ്പോഴാണെന്നറിയാമോ? നമ്മൾ വെൻ യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം ആദ്യം ടേക്ക് കെയർ ചെയ്യുമ്പോൾ, ഞാൻ ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ എന്ന് ഇവിടെ ആരും വിചാരിക്കരുതേ. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ ഒന്നും സംഭവിക്കത്തില്ല. ഈ ഭൂമിക്ക് നമ്മുടെ കുടുംബത്തിന് പോലും ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഓർത്തോണം. ഞാനിപ്പം ഭൂമിയിൽ നിന്ന് വിട്ടുപോയി ഒന്നും സംഭവിക്കത്തില്ല. എന്റെ മക്കളെ സുഖമായിട്ട് ജീവിക്കും നാളെ. അന്നേരം കുറച്ചേരം ഇരുന്ന് കരയുമെന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ വല്ലപ്പോഴും, കാരണം എന്റെ ഫോട്ടോ കാണുമല്ലോ അവരുടെ വീട്ടിൽ ഭിത്തിയല്, അപ്പം വല്ലപ്പോഴും ഓർക്കും എന്റെ അമ്മയായിരുന്നു അതെന്ന്. അത്രേ ഉള്ളൂ. അത് 2 ജനറേഷനോടെ കഴിയുമ്പം ആ ഫോട്ടോയും പോവും. പിന്നെ അങ്ങനെ ഒരാൾ ഉണ്ടോ എനിക്ക് മാക്സിമം അറിയാവുന്ന എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അതിന്റെ അപ്പുറം എനിക്ക് അറിയത്തില്ല. അതിന്റെ പുറകോട്ട് ജനറേഷൻസ് ഉണ്ട്. ഐ ഡു നോട്ട് ഇവൻ നോ ഹൂ ദേ ആർ. ദിസ് ഇസ് ദ സെയിം വിത്ത് us ഓൾസോ. നമ്മുടെ ജനറേഷൻ 2, 3 കഴിയുമ്പോൾ പിന്നെ നമ്മളെന്നൊരാൾ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊക്കെ മഹാത്മാഗാന്ധി എല്ലാവരും ഓർക്കുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുടുംബത്തിൽ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടണം ഈ ഭൂമിയിൽ. നമ്മുടെ 2 വീഡിയോ എങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കാണണം. നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇൻസ്പയർ ചെയ്ത് മോട്ടിവേറ്റ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ കീപ് യുവർ സെൽഫ് ആക്റ്റീവ്. എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാതെ ആക്റ്റീവായിട്ടിരിക്കുക. ഡു ഗുഡ് ഫോർ ദ സൊസൈറ്റി. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഡു ഗുഡ് ഫോർ, ഒന്നും ചെയ്യാൻ ഒത്തില്ലെങ്കിൽ ഒന്നും ചെയ്തില്ല എന്നേ ഉള്ളൂ, പക്ഷെ ദോഷം ചെയ്യാൻ പോരുത്. ഡു ഗുഡ് ഫോർ ദ സൊസൈറ്റി. പ്രത്യേകിച്ച് അത് മക്കളുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അതെല്ലാം കഴിയുമ്പോൾ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് യു ആൾ ഹാവ് ടൈം ടു ഡു ഗുഡ് ഫോർ ദ സൊസൈറ്റി, ഡു ഗുഡ് ഫോർ പീപ്പിൾ. സോ ഡു ഗുഡ് ഫോർ പീപ്പിൾ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം. വീവ് സ്റ്റാർട്ടഡ്, ഞങ്ങൾ നമ്മുടെ കൗൺസിലിംഗ് സെന്റർ വീവ് സ്റ്റാർട്ടഡ് എ ന്യൂ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗുഡ് സമാരിറ്റൻ എന്ന് പറഞ്ഞ് വീവ് സ്റ്റാർട്ടഡ് എ ന്യൂ പ്രോഗ്രാം വേ വി ഗോ ടു പീപ്പിൾ. നമ്മൾ ഒത്തിരി പ്രായം ചെന്ന ഒറ്റയ്ക്ക് ജീവിതത്തിൽ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നവരുടെ വീട്ടിലുകൾ നമ്മൾ പോകും. ഓഫ്കോഴ്സ് ദേ കോൾ. അവരുടെ മക്കൾ നമ്മളെ വിളിച്ച് പറയും, ഇങ്ങനെ എൻ്റെ പേരൻസ് അവിടെ ഒറ്റയ്ക്കുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓഫ്കോഴ്സ് ചാർജസ് ഉണ്ട്. ഞാനിത് ചാരിറ്റി അല്ല, ചാർജസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇറ്റ് ഫീൽസ് ഗുഡ്. അവർ വിളിച്ച് പറയും, നമ്മുടെ അപ്പ അമ്മയൊക്കെ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നു, ഒന്ന് പോകാവോ, കുറച്ചു നേരം ഒന്ന് പോയി ഇരിക്കാവോ, അവരുടെ കൂടെ സംസാരിക്കാമോ. ഇത് മക്കൾക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ മക്കൾക്ക് പലപ്പോഴും ഒക്കുന്നില്ലാഞ്ഞിട്ടാ. എല്ലാവരും മക്കളെ കുറ്റം പറയും, അവർ പേരൻസിനെ നോക്കാതെ ഇട്ടിട്ട് പോകും എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇതിലേക്ക് വരുന്നോണ്ടാണ് നമുക്കത് അറിയാവുന്നത്. ചില കുട്ടികൾക്ക് ഒക്കത്തില്ല. ചില കുട്ടികൾക്ക് അവരുടെ ഫിനാൻസ് ചിലപ്പോൾ ഒക്കത്തില്ലായിരിക്കും. അവർക്ക് ആഗ്രഹം കാണും അവരുടെ അപ്പനും അമ്മയൊക്കെ നോക്കണമെന്ന്. പക്ഷെ മക്കളുടെ കുറ്റം അല്ല അത്. എപ്പോഴും അവർക്ക് ചിലപ്പോൾ ഒക്കത്തില്ലാത്തതുകൊണ്ടാണ്. സോ വാട്ട് വി ഡു ഇസ് വി ഗോ ടു ദം, വി സിറ്റ്, വി ടോക്ക് ടു ദം ഫോർ 3-4 hours, 3-4 മണിക്കൂർ. വി സിറ്റ്, വി എന്റർടൈൻ ദം, വി ടോക്ക് ടു ദം, വി ബൈ ഗിഫ്റ്റ്സ് ഫോർ ദം. ബർത്ത്ഡേക്ക് വി ബൈ ഗിഫ്റ്റ്സ് ഫോർ ദം. അവർക്ക് അമ്പലങ്ങളിൽ പോകണോ, പള്ളികളിൽ പോകണോ, മോസ്കിൽ പോകണോ, വി ടേക്ക് ദം, വി അക്കംപനി ദം, വി അക്കംപനി ദം. അങ്ങനെ വി ഗോ. അവർക്ക് ഇനി ടൂറിസ്റ്റ് സ്പോട്ട്സ് പോകണോ, ചിലവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണ്. We take them, we go along with them. അത് എനിക്കെന്താ വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? I can happily sit in my counseling center and do counseling, give speeches, inspirational speeches. I go to gatherings, സ്കൂളുകളിൽ പോകാറുണ്ട്, കോളേജസ് പോകാറുണ്ട്, ഗാദറിംഗ്. എനിക്കത് ചെയ്തിരുന്നാൽ മതി. But this gives us a good feel. നാളെ ഞാനും ചിലപ്പോൾ അതേ സീറ്റിൽ ഇരിക്കേണ്ടതാ. എനിക്ക് പ്രായം ചെല്ലുമ്പോൾ ചിലപ്പോൾ അതേ സീറ്റിൽ. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്നത് നാളെ എനിക്ക് നന്മയ്ക്കായിട്ട് വരും. ഇന്ന് ഞാൻ 10 പേർക്ക് ചെയ്താൽ നാളെ 100 പേര് എന്നെ നോക്കാൻ കാണും ചിലപ്പോൾ നാളെ. ആൻഡ് ദാറ്റ് ഈസ് ദ ഹോപ്പ് ദാറ്റ് ഐ ഹാവ്. സോ കീപ് ഡൂയിങ് ഗുഡ് തിങ്സ്. നമുക്ക് ചെയ്യാവുന്നിടത്തോളം കാലം എന്തെല്ലാം നമുക്ക് ചെയ്യാവോ, കീപ് ഡൂയിങ് ഗുഡ് തിങ്സ്. അതിൽ നമ്മൾ ഇത്രയൊക്കെ നമ്മൾ കുറെ ചെയ്തു. ദീസ് ആർ സിമ്പിൾ സ്ട്രാറ്റജീസ്. വലിയ സ്ട്രാറ്റജീസ് ഒന്നുമല്ല. ദീസ് ആർ സിമ്പിൾ സ്ട്രാറ്റജീസ് ദാറ്റ് കൻ കീപ് us awakened. ഗോ ബിഹൈൻഡ് യുവർ വിഷൻസ്. നിങ്ങളുടെ വിഷൻ, നിങ്ങളുടെ കോൾ, പാഷൻസ്. 70 ആയവരൊന്നും ഓർക്കണ്ട. യു മൈറ്റ് ഹാവ് another 20 years to live. 20 വർഷം ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയും ദൈവം ആയുസ് തന്നിരിക്കും. ആ 20 വർഷം നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യം, മസിൽസ്, ചെറിയ എക്സസൈസസ് ഒക്കെ ചെയ്യുക. മസിൽസ് ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് കീപ് യുവർ മസിൽ. കാരണം നമ്മൾ ഏജ് ആവുമ്പോൾ നമ്മുടെ മസിൽസ് പോകും. ഏജ് ഒന്നും ആകണ്ട. ഒരു ജോലിയും ചെയ്ത് 30-ാമത്തെ വയസ്സിലും മസിൽസ് ഒന്നും ഇല്ലാതിരിക്കാം. സോഫ്റ്റ് ആണ്, സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് മസിൽസ് ഡെവലപ്പ് ചെയ്യാതിരിക്കുക. So take care of your body, take care of your physique, take care of your mind. Build a social system. ഇതൊക്കെ സ്ട്രാറ്റജീസ് ആണ്. ബിൽഡ് എ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം. നിങ്ങൾക്ക് എപ്പോഴും ചുറ്റും ആൾക്കാരൊക്കെ ഇരുന്ന്
എൻജോയ് സോളിറ്റ്യൂഡ്, വെരി ഇമ്പോർട്ടൻറ്റ്. സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്യുക. എനിക്ക് എല്ലാവരും ഉണ്ടെങ്കിലേ എനിക്ക് സന്തോഷമുള്ളെന്ന് പറയരുത്. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നാൽ എന്തെല്ലാം എനിക്ക് ചെയ്യാൻ ഒക്കും, അത് എൻജോയ് ചെയ്തു. വായിക്കാൻ ഒക്കും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഒക്കും, പുതിയ ഭാഷകൾ പഠിക്കാൻ ഒക്കും. ഇതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഒറ്റയ്ക്ക് ഏകാന്തതയാണെന്ന് ഏകാന്തത എന്നുള്ളൊരു വേർഡ് അങ്ങ് മാറ്റിക്കോ. എൻജോയ് സോളിറ്റ്യൂഡ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോളിറ്റ്യൂഡ്. ഐ ലവ് ടു സിറ്റ് അലോൺ. അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാനൊക്കെ. ഒന്നില്ലെങ്കിൽ 2 സിനിമ ടി വിക്കകത്ത് നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ ഇതിലിരുന്ന് സമാധാനത്തോടെ ഇരുന്ന് കാണാൻ നോക്കും, കുറെ നേരം ഇരുന്ന് ചിരിക്കാൻ നോക്കും, കുറെ കോമഡിയൊക്കെ ഉണ്ട്. എന്തെങ്കിലും എൻജോയ് യുവർ സോളിറ്റ്യൂഡ്. ബി ഓപ്റ്റിമിസ്റ്റിക്. എല്ലാത്തിനും നല്ല വശം. ബി നൈസ് പീപ്പിൾ ഫ്രം ദ ഇൻസൈഡ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. ആവശ്യമില്ലാതെ ആരുടെയും ജീവിതത്തിൽ ആവശ്യമില്ലാതെ കയറി പോയി ഒപ്പീനിയൻസ് പറയണം, സജഷൻസ് പറയണം. ഇപ്പോൾ ജീവിക്കുക, മറ്റുള്ളവരുടെ അവരുടെ ജീവിതം പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ ജീവിക്കാൻ വിടുക. അത് മക്കളായാലും സിബ്ലിങ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ആരാണെങ്കിലും. ലിവ് ആൻഡ് ലെറ്റ് ലിവ്. സോ ഐ റിയലി ഹോപ്പ് ദിസ്. ഐ ഹാവ് ലൈക്ക് ലെസ് ടൈം. മോൾ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. മതി, നിർത്തിക്കോ എന്നൊരു പേപ്പർ ഓൾറെഡി വന്നു കഴിഞ്ഞു. സോ പറഞ്ഞാണ് നിന്നാൽ ഐ ഹാവ് ലൈക്ക് ലോട്ട്സ് ടു ടോക്ക്, ബിക്കോസ് ദിസ് ഇസ് വൺ ഓഫ് മൈ ഏരിയാസ് ആൻഡ് ഐ ഹാവ് ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ ടോക്ക് ചെയ്യാം. പക്ഷേ I cannot do that. I'm not allowed to do that. So with this, I really hope that this has inspired at least few hearts out here. 1-2 heartലേക്ക് തൊടാൻ പറ്റിയെങ്കിൽ like I'm good with that. So thank you so much, ladies and gentlemen. Thank you so much.